2021 SSLC എക്സാമിന് വേണ്ടിയിട്ട് മലയാള മനോരമ പഠിപ്പുരയിൽ ഇത്രയേയുള്ളൂ ഇംഗ്ലീഷ് എന്ന തലക്കെട്ടോട് കൂടിയിട്ട് ജോമോൻ സാറ് എഴുതിയിരിക്കുന്നതാണിത്. SSLC പരീക്ഷയ്ക്കായി കൂടുതൽ ശ്രദ്ധ നൽകേണ്ട പാഠഭാഗങ്ങൾ ഇതെല്ലാമാണ്. യൂണിറ്റ് 1 3 ലെസൺ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, സ്നേക്ക് ആൻഡ് ദ മിറർ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. യൂണിറ്റ് 2 പ്രൊജക്റ്റ് ടൈഗർ, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. യൂണിറ്റ് 3 ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഇംഗ്ലീഷിൽ 5 യൂണിറ്റുകളാണുള്ളത്. ആദ്യ യൂണിറ്റായ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ ചുറ്റുമുള്ള പ്രകൃതിയുടെ ലോകത്തേക്ക് നയിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ എല്ലാമുണ്ട്. നാം അതിൽ നിന്ന് മുഖം തിരിക്കുമ്പോഴാണ് അസ്വസ്ഥത ആരംഭിക്കുന്നത്. 3 പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. 1 അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഷോർട്ട് സ്റ്റോറി, ദ സ്നേക്ക് ആൻഡ് ദ മിറർ ഷോർട്ട് സ്റ്റോറി, ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് പോയം. ഫസ്റ്റ് ലെസൺ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. റസ്കിൻ ബോണ്ടാണ് എഴുതിയത്. ഇന്ത്യൻ എഴുത്തുകാരനായ റസ്കിൻ ബോണ്ട് എഴുതിയ ചെറുകഥയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ചെറുപ്പത്തിൽ അവധിക്കാലം ചെലവഴിക്കാൻ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഡെറാഡൂണിലുള്ള മുത്തച്ഛൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അവിടെ ഒരു ആൽമരത്തിലായിരുന്നു അദ്ദേഹം കൂടുതൽ സമയവും ചെലവിട്ടിരുന്നത്. കഥാകൃത്ത് ഒരു ദിവസം ആ മരത്തിൽ വെച്ച് ഒരു മൂർഖൻ പാമ്പും കീരിയും തമ്മിൽ നടന്ന ശക്തമായ യുദ്ധം കാണാനിടയായി. അവസാനം കീരി ജയിച്ചു. പിന്നീട് ആ മരത്തിൽ താമസിച്ചിരുന്ന അണ്ണാനും ചന്തയിൽ നിന്ന് മുത്തച്ഛൻ കൊണ്ടുവന്ന എലിയും സുഹൃത്തുക്കളായി. എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് പ്രകൃതിയെന്നും നാം പ്രകൃതിയോടിണങ്ങി ജീവിക്കണമെന്നുമുള്ള സന്ദേശം ഈ ചെറുകഥ നമുക്ക് പറഞ്ഞു തരുന്നു. പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് ഡിസ്കോഴ്സസ് വിഭാഗത്തിലുള്ള ചോദ്യങ്ങൾക്കാണ്. ഈ പാഠഭാഗത്തു നിന്ന് ഉണ്ടാകാവുന്ന ഡിസ്കോഴ്സസ് വിഭാഗത്തിലുള്ള ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ദ ഫൈറ്റ് സീൻ ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്, ദ ബോയ് meets his grandfather. Write a conversation between the boy and his grandfather in that context. Second question, the boy in the story Adventures in a Banyan Tree was very much thrilled of his acquaintances with the squirrel. He writes a letter to his friend telling him about his new friend. Help him to complete the letter. Third question, prepare a character sketch of grandfather in the story Adventures in a Banyan Tree. Fourth question, imagine that you meet the boy in the story Adventures in a Banyan Tree. You ask him about the fight between the mongoose and the cobra. Prepare the likely conversation. Fifth question, the English club of your school invites the noted writer Ruskin Bond to inaugurate a 3-day literary festival in your school. Prepare a notice to invite the parents, teachers and students of the school to the function. Sixth question, the grandfather and the boy were really surprised at the sight of the 3 baby squirrels. It was a great surprise for all, and the news spread across the village. The news appeared in one of the local dailies. Prepare the likely news report. Seventh question, the presence of the banyan tree and the creatures in and around it made the boys' day thrilled and unforgettable. Based on the story Adventures in a Banyan Tree, prepare a write-up on the relationship between man and nature. Eighth question, the boy happened to see the fight between a cobra and a mongoose while he was in the banyan tree. The boy wrote a letter to his friend describing the incidents. Attempt a likely letter by the boy. Ninth question, attempt a running commentary of the fight between the cobra and the snake. 10th question, the boy in the story The Adventures in a Banyan Tree. Prepare a character sketch of the boy.
After getting acquainted with the squirrel, the boy in the story Adventures in a Banyan Tree writes his diary. Prepare the diary entry. Second lesson, the snake and the mirror. സ്നേക്ക് ആൻഡ് ദ മിറർ. ഈ യൂണിറ്റിലെ രണ്ടാമത്തെ ചെറുകഥ ദ സ്നേക്ക് ആൻഡ് ദ മിറർ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയതാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന അവിവാഹിതനായ ഒരു ഹോമിയോ ഡോക്ടറുടെ വീട്ടിൽ രാത്രി സംഭവിക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ കഥയിലെ വിഷയം. ഒരു ചെറിയ വാടക വീട്ടിൽ താമസിക്കുന്ന ഡോക്ടർക്ക് ഒരു പാമ്പിനെ നേരിടേണ്ടി വരുന്നു. മരണം തൊട്ടടുത്തെത്തിയ നിമിഷത്തിൽ മുറിയിലെ കണ്ണാടി ഡോക്ടർക്ക് രക്ഷയാകുന്നു. ഈ പാഠഭാഗത്തു നിന്നും സാധ്യതയുള്ള ഡിസ്കോഴ്സസ് വിഭാഗത്തിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ റീച്ചിങ് ഹിസ് ഫ്രണ്ട്സ് ഹൗസ് ദ ഹോമിയോപത്ത് ജോട്ട്സ് ഡൗൺ ഹിസ് ഫീലിംഗ്സ് ആൻഡ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ദ സ്നേക്ക് ഇൻ ഹിസ് ഡയറി. പ്രിപ്പയർ ദ ഡയറി എൻട്രി. Second question, after the encounter with the snake, the doctor runs to his friend's house. Write the conversation between the doctor and the friend. Third question, doctor wrote a letter to his friend about the incident. Write a possible letter for him. Fourth question, the doctor in the story, The Snake and the Mirror, writes a letter to the sub-inspector of police about the theft which took place in his house. Write the likely letter. Fifth question, when the homeopath left his room on the right of the terrifying encounter with the snake, some thieves robbed his belongings. Newspapers reported the story of robbery with due importance. Attempt the likely newspaper report. Sixth question, the doctor in the story, The Snake and the Mirror, had a narrow escape from the snake. He ran all his worth and reached a friend's house that night. He told his friends what had happened. What would be the likely narrative? Seventh question, you are impressed by the sense of humor that the homeopath displays in narrating his experience. Narrate the story in your own words. Eighth question, the doctor was staying in a small rented room because his income was meager. He decided to write a letter to his friend describing his future plans, his concept about his wife and married life. Prepare the letter. Ninth question, imagine that the doctor writes a letter to his friend explaining his life in the rented room. What may be the likely letter? 10th question, the doctor narrates his experience of encountering the snake to his children after many years. Prepare the likely narrative. The homeopath displays a sense of humor while narrating his experiences. Prepare a character sketch of homeopath in the story The Snake and the Mirror. Third lesson, lines written in early spring. Early springil മെയിനായിട്ടും അപ്രീസിയേഷനാണ്. വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിതയാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ആൽഫോർഡ് ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം രൂപം കൊടുത്ത കവിതയാണിത്. അദ്ദേഹം കണ്ട പ്രകൃതിയെക്കുറിച്ചാണ് ഈ കവിത. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാനവരാശിയുടെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ചും മനുഷ്യരുടെ പരസ്പരമുള്ള ചെയ്തികളെക്കുറിച്ചും അദ്ദേഹം കവിതയിൽ സൂചിപ്പിക്കുന്നു. ഈ കവിതയിൽ ഉൾക്കൊണ്ടിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് വിഭാഗത്തിൽപ്പെട്ടവ ചുവടെ ചേർക്കുന്നു. അലിട്രേഷൻ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, ആൻഡ് ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ.
Imagery, visual images. The birds around me hopped and played. The green bower, the flowers, primrose and periwinkle, budding twigs. Auditory image, I heard 1,000 blended notes. Personification, to her fair works did nature lean, and it's my faith that every flower enjoys the air it breathes. The budding twigs spread out their fan to catch the breezy air.